നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലെനോവോയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാബ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലെനോവോ ടാബ് M8 HD എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പറ്റിയൊരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു HD ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഒരു 8 ഇഞ്ചിൻ്റെ സൈസ് വരുന്ന ഒരു ടാബാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ടാബിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ടാബുകൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. മൊബൈൽ ഫോൺ വാങ്ങിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് ഇന്ന് ടാബ് മാത്രം മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്മൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ടാബ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ലെനോവോ ടാബ് M8 HD എന്ന് പറയുന്ന ഒരു ടാബിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ബോക്സാണ്. അവിടെ ടാബിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. താഴെ മോഡൽ നെയിം ഇത്തരത്തിൽ ടാബ് M8 HD എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ലെനോവോയുടെ ലോഗോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3GB RAM അതുപോലെ 32GB സ്റ്റോറേജ് ഉള്ളൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ, ഇതൊരു സിം ഇടാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇത്തരത്തിൽ 5000 mAh ആണ് ബാറ്ററി. പിന്നെ ഒരു ക്യാമറ 8 MP ഒരു മെയിൻ റിയർ ക്യാമറ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ, വൈഫൈ കോളിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ പ്രീമിയം മെറ്റൽ ഡിസൈൻ, പവർഫുൾ ചിപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ടാബിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. അത്രയും കാര്യങ്ങളൊക്കെ, പിന്നെ സാർ വാല്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ ടാബിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ അകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഈ ടാബ് ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ ബാക്കി പെർഫോമൻസൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് ടാബാണ് ഇരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 8 ഇഞ്ചിൻ്റെ ടാബാണ് വരുന്നത്. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ടാബിൻ്റെ ബോക്സിനോട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ 2 ബോക്സുകളാണ് വരുന്നത്. ഒന്നാമത്തെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ഇതൊരു മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്, Type C അല്ല. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വേറൊരു ബോക്സും വരുന്നുണ്ട്. അതും ഓപ്പൺ ആക്കി നോക്കാം. അതിനകത്ത് വാറണ്ടി കാർഡും അതുപോലെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും കൊടുക്കുന്നുണ്ട്. മറ്റ് ആക്സറീസ് ഒന്നും നമുക്ക് ഇതിനോട് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ചാർജിങ് അഡാപ്റ്റർ, സിം എജക്റ്റിംഗ് ടൂള്, പിന്നെ ചാർജിങ് കേബിൾ, ഈ 3 ആക്സറീസാണ് ഈ ഒരു ടാബ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് നിന്ന് ഈ ടാബ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതാണ് വളരെ വലിയൊരു ടാബാണ്. എന്നാൽ അതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മെറ്റൽ ക്വാളിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ ഒറ്റ കയ്യിനകത്ത് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. 8 ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഒറ്റ കയ്യിനകത്ത് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ടാബാണ്. വളരെ സ്ലിമ്മാണ്, വളരെ ലൈറ്റ് വെയിറ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഒരു ടാബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ബാക്ക് സൈഡ് ഇത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റി മെറ്റൽ ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് പാനൽ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ടാബുകൾ അല്ലെങ്കിൽ ലോക്കൽ കമ്പനികളുടെ ടാബുകൾ കയ്യിൽ പിടിക്കുന്നതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ ടാബുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള, അതുപോലെ നമുക്കൊരു കൈനകത്ത് തന്നെ ഒരു നല്ലൊരു കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള ടാബ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ലെനോവോയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ, അതുപോലെ കുറച്ച് സീരിയൽ നമ്പർ, IMEI നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബ്ലറ്റിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇത്തരത്തിലൊരു മൈക്രോ USB ചാർജിങ് പോർട്ടും അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോളുകളാണ് ഈ ഒരു താഴെ ഭാഗത്തും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ലിമ്മാണ്. അത് എത്രത്തോളം സ്ലിമ്മാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഒരു വളരെ സ്ലിമ്മായിട്ടുള്ളൊരു മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അത്രയ്ക്ക് തന്നെ ഒരു സ്ലിമ്മാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു റിവ്യൂ ചെയ്യാനായിട്ട് തന്നെ എടുത്തത്. അപ്പോൾ അത്രയും സ്ലിമ്മാണ്. നമുക്ക് ഒരു നല്ലൊരു ഹാൻഡ് ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇത്തരത്തിലൊരു സിം കാർഡ് ഹോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് 2 സിം കാർഡുകൾ, 2 നാനോ സിം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മെമ്മറി കാർഡും ഇടാനായിട്ട് സാധിക്കും. ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തായാലും ടാബിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു സിം കാർഡിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു സിം തന്നെ ശരിക്കും ആവശ്യമുള്ളൂ. ടാബിനൊക്കെ തന്നു 2 സിം ഒന്നിട്ട് ആ ഒരു കോളിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നൊരു ഉപകരണമല്ല ടാബ് എന്ന് പറയുന്നത്. പിന്നെ മുകളിലായിട്ടാണ് എൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഇത്തരത്തിൽ നല്ല ലൈനായിട്ട് ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടാബിൻ്റെ ഫിസിക്കലി പറയാനുള്ള കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഭയങ്കര സ്ലിമ്മാണ്. കൈനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് നമുക്കുണ്ട്. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ എത്രത്തോളം ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും നല്ലൊരു വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെന്തായാലും ഈ ടാബ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഓണാവുന്ന നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെയും മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒക്കെ നമ്മൾ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് ഓണായിട്ടുണ്ട്. നമുക്ക് ഓണായിട്ട് കാര്യം ബാക്കി സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ടാബ് M8 HD എന്ന ഒരു ടാബ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണായി കാണുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെ പറയുന്ന പോലെ തന്നെ ഒരു HD ടാബാണ്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാലുള്ള വിസിബിലിറ്റി ഒന്നും യാതൊരു ഇത് കുറവുകളില്ല. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. സാധാരണ ടാബുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിസ്പ്ലേക്കൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി കുറവാണ് കൊടുക്കാറ്. കാരണം വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ അത്രയ്ക്കും ഒന്നും ഒരു ക്വാളിറ്റി ഡിസ്പ്ലേക്കകത്ത് കിട്ടാറില്ല. ഇത് ഒരു ഡിസ്പ്ലേ ഒരു HD ആണ്, IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ അവിടെ തന്നെ തൊട്ട് മുകളിലത്തെ കുറച്ച് മോഡലുകൾ ടാബിനകത്തൊന്നും ഇത്തരത്തിലുള്ളൊരു ഡിസ്പ്ലേ നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ആയാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്മൂത്തായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഗെയിമിങ്ങിന് കൂടി പറ്റിയ ഒരു ടാബാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് പറ്റിയ ഒരു മോഡലാണത്. അപ്പോൾ വലിയ ഐക്കണുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഒറ്റ നോട്ടത്തിൽ നല്ലൊരു രസമായിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാ ഐക്കണുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ OS എന്ന് പറയുന്നത് ഇതൊരു ആൻഡ്രോയിഡ് 9 പ്രവർത്തിക്കുന്ന മൊബൈൽ ടാബാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തൊരു ഭാവിയിൽ ഒരു ആൻഡ്രോയിഡ് 10 ഒരു അപ്ഡേഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 11, 12 ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അബൌട്ട് ഫോണിനകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടച്ച് സ്മൂത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇതിൻ്റെ മോഡൽ നെയിം, സീരിയൽ നമ്പർ കാര്യങ്ങൾ, ഇതിൻ്റെ റാം, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് 32 GB ആണ് വരുന്നത്. നമുക്ക് 256 GB വരെ എക്സ്പാൻഡബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 3 GB റാമാണ് ഇതിൻ്റെ റാം വേരിയൻറ്റ് വരുന്നത്. ഒരു ടാബിനെ വെച്ച് നോക്കുമ്പോൾ 3 GB റാം എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റാം കപ്പാസിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ OSും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അത് പ്രത്യേകിച്ച് ഫാസ്റ്റ് ചാർജിങ് എന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്ത രീതിയിൽ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ടോ നമുക്കിതൊരു ഫുൾ ചാർജായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ സ്ക്രീന് വേണം എന്നുള്ളവർക്ക്, കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു ടാബ് തന്നെയാണ്. സാധാരണ ടാബുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 8 മെഗാപിക്സലാണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ്. കണ്ടോ, നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി പോകുന്നില്ല. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് ലൈറ്റ് കുറഞ്ഞ ഒരു ഭാഗത്താണ്, എന്നിട്ട് വരെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി നമുക്ക് ടാബിൽ എടുക്കുന്ന ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ല. ടാബ് എന്ന് പറയുന്നത് ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അല്ല. എന്നിരുന്നാലും അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അവർ ഫ്രണ്ട് ക്യാമറ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഔട്ട്പുട്ട് നമുക്കുണ്ട്. അതൊരു 2 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ആ 2 മെഗാപിക്സലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ 1080 ഫുൾ HD നമുക്ക് ഈ ഒരു ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഫീച്ചേഴ്സ്, പിക്ചറിൻ്റെ സൈസ് കാര്യങ്ങൾ മാറ്റാം, കസ്റ്റമായിട്ടുള്ള വാട്ടർ മാർക്ക് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സിനകത്തും കൊടുത്തുള്ളത്. പിന്നെ നമുക്ക് അതിനകത്ത് സ്റ്റോറേജ് ഡയറക്റ്റായിട്ട് നമുക്ക് മെമ്മറി കാർഡിലേക്ക് മാറ്റാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ടാബിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹാങ് ആവുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ക്യാമറ ആയാലും വലിയ തിരക്കില്ലാത്ത ഒരു ക്യാമറ നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയാറുള്ളത് ടാബൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാലും അതിൻ്റെ ഉപയോഗം നമുക്ക് കഴിയും, പിന്നെ അത് വെറുതെ എടുക്കും എന്നാണ് നമ്മൾ വരുന്നവരോട് പലരോടും പറയാറുള്ളത്, ടാബ് ചോദിക്കുന്നവരോട് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ടാബൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സോ മറ്റു പഠനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടിലിറക്കിയാലൊക്കെ ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടാബ് തന്നെയാണ് ലെനോവോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് നഷ്ടമായി പോവില്ല എന്ന് നമുക്കൊരു പറയാം.
അപ്പോൾ അതൊക്കെയാണ് ഈ ടാബിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.